ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൽ മേക്കർ ബിരിയാണിയാണ്, സോയാബീൻ ബിരിയാണി. സോയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിനി ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കണം. അതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് അരി കുതിർക്കാൻ വെക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ട് കഴുകണം. വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരുന്ന വരെ കഴുകിയെടുക്കാം. അപ്പൊ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ സോയാബീൻ നല്ല കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് അതിന്റെ വെള്ളം മുഴുവനും കളഞ്ഞെടുക്കാം. ഇപ്പൊ എല്ലാം ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. എല്ലാ സോയാബീനിലും കോട്ടാവുന്ന രീതിക്ക് മിക്സ് ആക്കി കൊടുക്കുക. കൈവച്ചോ ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോയാബീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചിടാം. ഇത്രയും വലിയ സൈസ് വേണ്ടെങ്കിൽ ഒന്ന് 2 മുറിച്ചിട്ടാൽ മതി. ഇത്രയും മതി. ഇതിനെ അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്ത നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാക്കാൻ വെക്കുക. ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്, സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യുക. അതും ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ബേ ലീഫ്, 4 ഏലക്ക, 5 ഗ്രാമ്പു, ഒരു ബ്ലാക്ക് കാർഡമം, ഒരു മീഡിയം പട്ട ഇത്രയും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ ഷാജീര ചേർത്ത് കൊടുക്കുക. കാരവേ സീഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. കാരവേ സീഡ്സ് ഒക്കെ ബിരിയാണിയിൽ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും മണവുമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ സെയിം ടേസ്റ്റ് കിട്ടും. ഇതിപ്പോ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ സാധാരണ ജീരകം ചേർത്ത് കൊടുത്താൽ മതി. ഈ സ്പൈസസിന്റെ ഒക്കെ നല്ല മണം വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 3 പച്ചമുളക് സ്ലൈസ് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പൊ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതും ഒരു 2 മിനിറ്റ് വഴറ്റുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പൊടികളുടെ ആ പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ആ ചേർത്ത് കൊടുത്ത തൈരൊക്കെ ഒന്ന് കുക്കായി കിട്ടും. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 പിടി പുതിനയിലയും 2 പിടി മല്ലിയിലയുമാണ്. അതിന്റെ പകുതി ഇപ്പൊ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കാം. ഒരു 2 മിനിറ്റ് എങ്കിലും അരി ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പ് നോക്കുക. ഉപ്പ് ഒന്ന് ചെറുതായിട്ട് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് കുക്കായി കഴിയുമ്പോൾ കറക്റ്റ് ആകുക. ഒന്ന് ചെറുതായിട്ട് കൂടി നിന്നാൽ മതി. ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കേവ്ര വാട്ടർ ആണ് ചേർക്കാൻ പോകുന്നത്. ഇത് ഓപ്ഷണൽ ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ ആയാലും ചേർക്കാവുന്നതാണ്. ഈ കേവ്ര വാട്ടർ ചേർക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടും. ഇത്രയും മതി. ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ.
വിസിലൊക്കെ വന്നു. പ്രഷർ കംപ്ലീറ്റ് പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. നല്ല മണം വരുന്നുണ്ട്. പതുക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചോറൊക്കെ കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോയാബീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി അല്ല ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.